എക്സ്പോർട്ടേഴ്സിനെയും അതുപോലെ ഇമ്പോർട്ടേഴ്സിനെ ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്നൊരു ബാങ്കാണ് എക്സിം ബാങ്ക് എന്നുള്ളത്. ഓക്കെ ഓക്കെ. അവർ അത് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ നമ്മുടെ ഇതുപോലുള്ള ഈ സെക്ടറിൽപ്പെട്ട യൂണിറ്റുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് പല രീതിയിലും നമ്മൾ ബാങ്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു പുറത്തുള്ള കമ്പനിയുടെ ഇതിപ്പോൾ ഇന്ത്യൻ കമ്പനിയുടെ ഓവർസീസ് ജോയിൻറ്റ് വെഞ്ചർ ആവാം, അല്ലെങ്കിൽ ഹോളി ഓൺഡ് സബ്സിഡറി ആവാം. അവിടെ നമുക്ക് ഇക്വിറ്റി പർച്ചേസ് ചെയ്യാനായിട്ട് ആ കമ്പനിയിൽ നമുക്ക് അവർ ഇക്വിറ്റി വാങ്ങാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ലോൺ കൊടുക്കും. അതുപോലെ തന്നെ അവിടെ ലോണായിട്ട് തന്നെ അവരുടെ ഒരു ഓൺ ബേഡ് ലെൻഡിങ് എന്നുള്ള രീതിയിൽ അവർ ഫണ്ട് കൊടുക്കും എക്സിം ബാങ്ക്. ഓക്കെ ഓക്കെ. ലോണായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വർക്കിംഗ് ക്യാപിറ്റലാവാം, പ്രൊജക്റ്റ് ഫിനാൻസ് ആവാം, അല്ലെങ്കിൽ അക്വിസിഷൻ ലോൺ ആവാം, മറ്റ് പല മോഡലും നമുക്ക് ഏതൊരു സാധാരണ ബാങ്ക് ചെയ്യുന്ന എല്ലാ മെത്തേഡിലും ഈ എക്സിം ബാങ്ക് ലോൺ കൊടുക്കും. അതുകൂടാതെ പ്രൊജക്റ്റ് എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഫിനാൻസ് ചെയ്യും. അപ്പോൾ ശരിക്കും അത് എനിക്ക് തോന്നുന്നത് ഇതൊന്നും അധികം ഈ ആൾക്കാർ അത് യൂട്ടിലൈസ് ചെയ്തില്ല. നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് അധികം അല്ലെങ്കിൽ ഇമ്പോർട്ടേഴ്സ് അധികം യൂട്ടിലൈസ് ചെയ്തില്ല എന്ന് തോന്നുന്നത്. അവർ ചെറിയ എമൗണ്ട് ഒന്നും സാധാരണ ചെയ്യാറില്ല. നമ്മൾ ചെയ്ത് കണ്ടിട്ടില്ല അങ്ങനെ ചെറിയൊരു എമൗണ്ട്. അത്യാവശ്യം വലിയൊരു എമൗണ്ടൊക്കെ അവർ ചെയ്യാറുള്ളൂ. നമ്മൾ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഒരു ലോൺ മാത്രം പണ്ട്, അതായത് മുത്തൂറ്റ് ഗ്രൂപ്പ് പണ്ട് കോസ്ട്രിക്കയിൽ ഒരു ഹോട്ടൽ വാങ്ങാനായിട്ട് നമ്മളൊരു ലോൺ സാങ്ഷൻ ചെയ്തിരുന്നു. ഇപ്പോഴല്ല, ഒരു 10 വർഷം മുമ്പ്. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ലോൺ പ്രോസസ് ചെയ്തു, സാങ്ഷൻ ചെയ്തു. അപ്പോൾ ഇതിനിടയിൽ അവിടെ ടൈമായി, അതായത് ഫണ്ട് അവർ കൊടുക്കേണ്ട ടൈമായി കഴിയുമ്പോൾ ഇവരിവിടുന്ന് ഫണ്ട് ആൾറെഡി അയച്ചു കഴിഞ്ഞപ്പോൾ എന്താ പറ്റുക, നമുക്ക് ഇവിടുന്ന് പിന്നീട് ലോൺ കൊണ്ടുപോകണമെങ്കിൽ പിന്നെ കുറേ കൂടി നൂലാമലായപ്പോൾ അത് പിന്നെ കാരണം RBIയുടെ ആൾറെഡി ഫണ്ട് കൊണ്ടുപോയല്ലോ, ഒരു പർപ്പസ് കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഒരു പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് മെനക്കെടാൻ അവർ തയ്യാറാവാത്തതിൻ്റെ പേരിൽ പിന്നെ അത് നമ്മളത് വിട്ടുകളഞ്ഞു. കാരണം ഇതിന് ബ്രാഞ്ചസ് കൂടെ കുറവായതിൻ്റെ പേരിൽ നമ്മളത് കൂടുതൽ അതിന് ഫോക്കസ് ഉണ്ടായിരുന്നില്ല.